ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ജോവാക്യം, വിശുദ്ധ അന്ന. ഇന്ന് ജൂലൈ 26 ഈശോയുടെ മുത്തശ്ശന്മാരായ വിശുദ്ധ ജോവാക്യമിൻ്റെയും വിശുദ്ധ അന്നായുടെയും തിരുനാൾ. ഏതാണ്ട് ക്രിസ്തുവർഷം 170 എഴുതപ്പെട്ട യാക്കോബിൻ്റെ പുസ്തക ചുരുളുകളിൽ നിന്നുമാണ് പരിശുദ്ധ മറിയത്തിൻ്റെ മാതാപിതാക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ അറിവായിട്ടുള്ളത്. ഇതിലെ വിവരങ്ങൾ അനുസരിച്ച് ആ കാലഘട്ടത്ത് ഏറെ ബഹുമാനിതനായ വ്യക്തിയായിരുന്നു മറിയത്തിൻ്റെ അപ്പനായ ജോവാക്യം. അദ്ദേഹത്തിൻ്റെ പത്നിയായിരുന്നു അന്ന. ഈ ദമ്പതികൾക്ക് വർഷങ്ങളായി മക്കളില്ലായിരുന്നു. മക്കൾ ജനിക്കാത്തത് ദൈവശിക്ഷയായി ഈ ദമ്പതികൾ കണ്ടിരുന്നു. വർഷങ്ങൾ നീണ്ട അവരുടെ പ്രാർത്ഥനകൾക്ക് ഫലം കാണുകയും മറിയം ജനിക്കുകയും അവളുടെ ചെറുപ്പത്തിൽ തന്നെ അവർ അവളെ ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്തു. വിശുദ്ധരായ ജോവാക്യമിൻ്റെയും അന്നായുടെയും തിരുനാൾ പണ്ടു മുതലേ തിരുസഭ ആഘോഷിച്ചു വരുന്നു. വിശുദ്ധ അന്നായുടെ നാമധേയത്തിൽ നിരവധി ദേവാലയങ്ങളും ആശ്രമങ്ങളും സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. വിവാഹബന്ധത്തിൻ്റെ ഉത്തമ മാതൃകകളായിട്ടാണ് ഈ ദമ്പതികളെ അറിയപ്പെടുന്നത്. ഈ വിശുദ്ധരുടെ തിരുനാൾ ആഘോഷങ്ങളോടനുബന്ധിച്ച് നിരവധിയായ കർമ്മ പരിപാടികൾ ദേവാലയങ്ങളിൽ സംഘടിപ്പിക്കാറുണ്ട്. നമ്മുടെ ഭവനങ്ങളിലെ മുത്തശ്ശന്മാർക്ക് കൊച്ചുകുട്ടികൾ സമ്മാനങ്ങൾ നൽകുകയും ദേവാലയങ്ങളിൽ ആദരിക്കുക തുടങ്ങി നിരവധിയായ ചടങ്ങുകൾ സംഘടിപ്പിക്കുക പതിവാണ്. മുത്തശ്ശന്മാരുടെ തിരുനാൾ ദിവസമായ ഇന്ന് നാം ഓർക്കുക. മുത്തശ്ശന്മാർ മൂല്യമേറിയ ഉറവകളാണ്. അവരോട് കരുതലുണ്ടാകണം, അവരെ സംരക്ഷിക്കണം. പരിചരണ ഭവനങ്ങളിലേക്ക് വിടരുത്. ഉപേക്ഷിക്കപ്പെട്ടവരെന്ന പോലെ അവരോട് പെരുമാറരുത്. ഭാരമായി കരുതരുത്. എല്ലാറ്റിനും നമ്മൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു. അവരാണ് നമ്മെ വളരാൻ സഹായിച്ചത്. നമ്മൾ അവരെ ഉപേക്ഷിച്ചാലും മറന്നാലും നമുക്കുറപ്പിക്കാം. മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടിയുള്ള നിറകണ്ണുകളോടുള്ള പ്രാർത്ഥന അവർ മുടക്കില്ല. തിരുസഭ വിശുദ്ധരായ ജോവാക്യം അന്ന ദമ്പതികളെ വണങ്ങുന്നത് പോലെ നമ്മുടെ മുത്തശ്ശന്മാരുടെ നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കാം. ആമേൻ.